ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, സുഖമല്ലേ എല്ലാവർക്കും? നമ്മളുടെ എല്ലാവരുടെ സ്വപ്നമാണ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നല്ല ഒരു പാട് പോലും ഇല്ലാത്തൊരു സ്കിന്ന് സ്വന്തമാക്കുക എന്നുള്ളത്. കറുത്ത പാടുകൾ, അതായത് കണ്ണതായുള്ള കറുപ്പ്, കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ്, ചുണ്ടിന് ചുറ്റുമുള്ള കറുപ്പ്, ആകെ ടോട്ടലി സൺബേൺ വന്ന ഇഷ്യൂസ്, പിമ്പിൾ മാർക്സ്, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉള്ള സ്കിന്നുള്ളവർക്ക് എല്ലാവർക്കും ഒറ്റ കാര്യം പറയാനുള്ളൂ, ചേച്ചി എങ്ങനെയെങ്കിലും എൻ്റെ സ്കിന്നൊന്ന് നേരെയാക്കണം എന്നുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരുപാട് ക്യാഷ് മുടക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് മുരിങ്ങയില ഉപയോഗിച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് നേടാം. മുരിങ്ങയിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ റിങ്കിൾസ്, പാടുകൾ ഒക്കെ മാറ്റാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഡാമേജ് സ്കിന്നായിട്ടുള്ള നമ്മുടെ സ്കിന്നിനെ നേരെയാക്കാനായിട്ട് സഹായിക്കും. അതുപോലെ നിറം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. നമ്മളുടെ ഫേസിലൊക്കെ ഒരു ഏജൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നല്ല യങ്ങറായിട്ടുള്ള ലുക്കിലുള്ള സ്കിന്ന് തരാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ആക്നി, പിമ്പിൾസ് ഇതിനെയൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. ഇപ്പോൾ ആക്നി, പിമ്പിൾ ഉള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ അത് വരാതിരിക്കാനായിട്ട് തടയാനായിട്ടും ഇത് സഹായിക്കും. ഇത്ര അധികം ഗുണങ്ങളുള്ള മുരിങ്ങയില ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടിട്ട് വരാം. ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ മുരിങ്ങയില നമ്മൾ ഉണക്കി പൊടിക്കുന്ന രീതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഉണക്കി പൊടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ ആ പൗഡർ എടുത്താലും മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഫ്രഷ് ലീവ്സ് അങ്ങ് കുറച്ച് ഉരിഞ്ഞെടുക്കുക. അപ്പോൾ ഒരു പിടിയോളം ഫ്രഷ് ലീവ്സ് ഉണ്ട്. ഇതിന് മുരിങ്ങയിലയുടെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞാലും തീരത്തില്ല. മറ്റൊരു എപ്പിസോഡിൽ അതിനെക്കുറിച്ച് പറയാം കേട്ടോ. അപ്പോൾ മുരിങ്ങയില എടുക്കുക. മുരിങ്ങയില എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് വലിയ തണ്ടുകളൊക്കെ അങ്ങ് മാറ്റുക. ചെറിയ തണ്ടാണ് കുഴപ്പമൊന്നുമില്ല, വലിയ തണ്ടുകളൊക്കെ മാറ്റുക. മാറ്റിയതിന് ശേഷം ഇതുപോലെ മിക്സി ജാറിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് വേണം തൈര്. ഇപ്പോൾ അലർജിയുള്ള ആൾക്കാർക്ക് പാൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ തൈര് എടുത്തിട്ടുണ്ട്, നല്ല കട്ട തൈര്, കുറച്ച് പുളിച്ച തൈര്. ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത് വെച്ച ഈ മിശ്രിതം, അതായത് നമ്മൾ മുരിങ്ങയില നന്നായിട്ട് അരച്ചത്, അതിലേക്ക് ഞാൻ റോസ് വാട്ടറാണ് ചേർത്തിരിക്കുന്നത്. വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല, റോസ് വാട്ടറാണ് ഒന്നും കൂടെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് കേട്ടോ. അത് ടോണറും കൂടെ അല്ലേ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. മുരിങ്ങയിലയുടെ തണ്ട് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്ത് അങ്ങോട്ട് യോജിപ്പിക്കുക. ഈ ഒരു മിശ്രിതത്തിലേക്ക് മുൾട്ടാനി മിട്ടിയുടെ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, ചേർത്ത് കൊടുത്താലും ഒന്നും കൂടെ നല്ലതാണ്. ഇപ്പോൾ കുറേ ഓയിലി സ്കിന്നായുള്ളവർക്ക് അത് നന്നായിട്ട് ഫീൽ ചെയ്യും. കാരണം നമുക്ക് എക്സ്ട്രാ ഉള്ള ഓയിലൊക്കെ അങ്ങോട്ട് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ നമുക്കൊരു നല്ല ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫേസിൽ ഫീൽ ചെയ്യും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു റെമഡി ആണെന്നുണ്ടെങ്കിലും പിമ്പിൾസ് പോകാനായിട്ട് സഹായിക്കും. അതുപോലെ തൈര് പിമ്പിൾസ് വരില്ല കേട്ടോ. അങ്ങനെ വളരെ റയറായിട്ടൊക്കെ ഉള്ളൂ പിമ്പിൾസ് ഇങ്ങനെ തൈര് ഉപയോഗിച്ചിട്ടുണ്ട്. തൈര് നമുക്ക് പിമ്പിൾസ് ഉള്ള സ്കിന്നിലും ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാനിവിടെ തൈര് പറഞ്ഞത്, കാരണം പിമ്പിൾസ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നോർമൽ സ്കിന്നിലുള്ളവർക്കും യൂസ് ചെയ്യാം. സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അലർജി ഉണ്ടാക്കുന്നത് കൊണ്ട് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെന്ന് വെച്ചാൽ ഒരല്പം കൂടെ നമുക്ക് ചേർക്കാം. 2 സ്പൂണാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഫൈനലി നമുക്ക് വേണം ഹണി. ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസൊക്കെ ഉള്ളതാണ്. ഹണി മിസ് ചെയ്യരുത്. നല്ല അടിപൊളിയായിട്ട് സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഹണി നമ്മളെ സഹായിക്കും. വെറുതെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഹണി നമ്മളുടെ സ്കിന്നിൽ യൂസ് ചെയ്യാൻ ഞാൻ പലവട്ടം പറയാറുണ്ട്. എൻ്റെ സ്കിൻ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഹണി. അപ്പോൾ ഇത് മൂന്നും കൂടെയാണ് നമ്മളിവിടെ മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മളുടെ ഫേസ് പാക്ക് തയ്യാറായി. വളരെ സിമ്പിളായിട്ടുള്ള ഫേസ് പാക്കാണ്. ഈവനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുക. പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. ഈ ഫേസ് പാക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്യേണ്ടതാണ്. ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചത് മിൽക്കാണ്. നോർമൽ മിൽക്ക് ഒരു കോട്ടൺ ഉപയോഗിച്ച് നന്നായിട്ട് ഫേസും നെക്കൊക്കെ ക്ലീൻ ചെയ്തു. മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യുക. ഐലൈനർ എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. ബാക്കി നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഐലൈനർ ഓൾസോ ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ. ലിപ്സിലും നമുക്ക് അപ്ലൈ ചെയ്യാം. നന്നായിട്ട് ലിപ്സ് നല്ല ഭംഗിയായിട്ട് ഇരിക്കാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. 20 മിനിറ്റിന് ശേഷം നോർമൽ വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്യാം. അതിന് ശേഷം ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുമയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.